വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്, നമ്മളെ ഉണ്ണിവാവയൊക്കെ വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവന്മാർ എന്നെ തീർക്കും. അത് നിങ്ങൾക്ക് കൂടി ഞാൻ കാണിച്ചു തരാം. ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാവിലത്തെ ഒന്നും എടുത്തിട്ടില്ല, അതിന് ശേഷമുള്ളതാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾക്ക് നോക്കാം എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ട് അപ്പോഴത്തേനും കണ്ടുപിടിക്കാം. എന്റെ മനസ്സിലൊരു സംഭവം ഉണ്ട്, അതെനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അത് വെക്കുന്നത്. അമ്മോടൊന്ന് ചോദിച്ചിട്ട് നമുക്ക് വെക്കാം. അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട്, കാരണം രാവിലത്തെ കാര്യങ്ങളൊക്കെ മെസ്സായിട്ടൊക്കെ കിടക്കുന്നുണ്ട്, രാവിലെ കുക്ക് ചെയ്തതിന്റെയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉണ്ണിവാവ എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറേ നാളുകൾ കൊണ്ടാണ് ഇങ്ങനെ മുടി മടഞ്ഞിടുന്നത്. എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. കുറേ നിങ്ങൾ എന്നെ ഇങ്ങനെ മുടി മടഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ഇങ്ങനെ അധികം ഇങ്ങനെ മടിഞ്ഞ് ഇങ്ങനെ ഇടാറില്ല, കാരണം എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ ഫ്രീ ഹെയർ ഇടാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ നാളുകൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റൊക്കെ ചെയ്യാൻ എനിക്കിങ്ങനെ ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല ജോലി ചെയ്യാനൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അവരെന്താ ചെയ്യണം നോക്കാം കേട്ടോ. പൊക്കി പൊക്കി വാവിന് പൊക്കി. എവിടെ എവിടെ മുഖം എവിടെ മുഖം എവിടെ മുഖം എവിടെ എവിടെ മുഖം? കള്ളത്തീര് കണ്ടുപിടിച്ചു കള്ളത്തീര് കണ്ടുപിടിച്ചു. അതാണ് കള്ളത്തി, ഇതാണ് കള്ളത്തി വാവ. ഇനി രണ്ടാമത്തെ വാവീനെ കണ്ടുപിടിക്കാൻ പോട്ടെ. ഇവിടെ ഉണ്ടോ? ഞാൻ ഇതിനല്ലേ പോയതപ്പോ, ഞാൻ ഇതിനല്ലേ പോയത്. അതല്ലേ ഞാൻ ഇതിനല്ലേ പോയത്. അതെ, ഈ മിടുക്കത്തിയാണല്ലോ. നടക്ക് എന്താ ചെയ്തോണ്ടിരുന്നത്? ഇതിലിപ്പോ തുണി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അവിടെ നമ്മൾ നിറച്ച് അല്ല അതൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പര് ഇന്ന് എന്താ പറയാ, ഇന്ന് സാറ്റർഡേ അല്ലേ, അപ്പൊ വിചാരിച്ചു കണ്ണാടിയൊക്കെ ഒന്ന് തുടയ്ക്കാന്ന്. നമ്മൾ എത്ര തുടച്ചാലും പൊടി വരും കേട്ടോ, അത് വേറെ കാര്യം. അത് വേറെ കാര്യം അല്ല. പിന്നെ നമ്മളോട് ആരാ കളി, നമ്മളോടാണ് ആ കളി അല്ലേ? അതെ. പക്ഷെ ഇങ്ങനെ ഒരു മിററുള്ള നല്ലതാട്ടോ. നമ്മളിങ്ങനെ ഒരു പോസിറ്റീവ് വൈബാണ്. വലുതായിട്ട് നമ്മളെ ഫുള്ളായിട്ട് ഇങ്ങനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കി സംസാരിക്കും. ഇവിടെ ഉണ്ട് മിററ്, ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്. 2, 3, 4, 5. നമ്മൾ പണ്ടൊരു ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കും. നമ്മളൊരു കണ്ടന്റ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ എത്ര കണ്ണാടി ഉണ്ടച്ചാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് വൈറലായിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ ഉണ്ണിക്ക്? അത് കൂടുതലാവാൻ കാരണം മമ്മിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അങ്ങനെ മുടി പിന്നെ ടിക്ടോക്ക് രണ്ടുപേരും ബാക്ക് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അതെ, ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്ത് നല്ല രസമായിരുന്നു അല്ലേ? ഇത്രയും ടിക്ടോക്ക് പോയതുകൊണ്ടാണ് യൂട്യൂബ് മുന്നോട്ട് വന്നത്. എങ്കിൽ പോലും നല്ല രസമായിരുന്നു. അപ്പൊ എന്തായാലും ഉണ്ണിയെ തുടച്ച് വൃത്തിയാക്ക്, മമ്മി പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ. നമുക്കിത് നല്ല തുണിയൊക്കെ കഴിയേണ്ട ദിവസമാണ്, അപ്പൊ അതൊക്കെ ചെയ്യണം. ഓക്കേടാ, ഒന്നും കൂടി തുടക്കിയിട്ട് ഉണങ്ങിയ തുണിയുണ്ട്. ടാറ്റടാ, ബൈ. ചെറുതിനെ കാണാനില്ലല്ലോ. ചെറുതോടെ കണ്ട, ചെറുത് ഇങ്ങനെ കള്ളത്തി ഇങ്ങനെ തിരിപ്പടിച്ചോണ്ട് നടക്കൂട്ടാ. അതിനൊരു പണിക്ക് മൊയ്മീനില്ലേ, തല്ലാത്തിരിക്കെ ഒരു മൊയ്മീനില്ലേ, അവിടുന്ന് കൈയെടുക്ക്. ഒരു മൊയ്മീനില്ലേ, അതിനെ പോലെ ഉണ്ടാ. ജമ്മത്ത് പിടിച്ച പിടി കിട്ടില്ല, വഴിക്ക് പോവും. ഈ ചെറുതും അതുപോലെയാണ്, ഒരു പണിക്ക് ഇതിന് കിട്ടില്ല കേട്ടോ. പറഞ്ഞാലും അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ബായുടെ നീ കിടന്നുറങ്ങിക്കടാ. ഹലോ, എന്താണ് വാക്കുട്ടി എവിടെയെന്ന് പപ്പ വിളിക്കുമ്പോ ചോദിച്ചു നമ്മൾ പറയും അവളത് അവിടെ ചെയ്യാപ്പോ. വാക്കുട്ടിയോ എന്താ പണി നിങ്ങൾ കാണിക്കുന്നത്, അവളെ കൊണ്ട് പണി. കാരണം പപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. പപ്പ വിളിക്കും, വാവേ പപ്പ 1 മിനിറ്റ്
പിന്നെ 1 മണിക്കൂറാവും അത്. ശരി ശരി, ഇതൊക്കെ വാക്കുട്ടീന് ചുമ്മാ പറയുന്നുണ്ട്. എന്റെ കുട്ടി തങ്കമാണ്, തങ്കമാണ് അവൾ, തങ്കം, സ്വർണത്തിന്റെ പാതി തങ്കം. ഓ, ഇപ്പൊ മുടിയോട്ട് തരാനായിരിക്കും അല്ലേ? ആ ശരി എന്നാ. അപ്പൊ ഞാൻ അവർക്കൊക്കെ ഏകദേശം ഓരോ പണിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് താഴേക്ക് വെച്ചിരിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, അവരൊക്കെ കഴിച്ചില്ല. എനിക്ക് 2-3 മരുന്നുകളുണ്ട് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളത്. അപ്പോൾ അത് ആദ്യം തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആയുർവേദത്തിൻ്റെ മരുന്നുണ്ട് തലവേദനയുടെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഭക്ഷണത്തിന് മുൻപുള്ളൊരു ഗുളികയുണ്ട്, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേനും ഞാൻ ഫ്ലാറ്റാവും. അപ്പോൾ എണീറ്റ് ഉടനെ കുറച്ച് വെള്ളവും കുടിച്ച് കഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതാണ്. പക്ഷെ ഇതൊക്കെയും താണ്ടി, കടമ്പകൾ താണ്ടിയിട്ട് വേണം ലാസ്റ്റ് വെല്ലിക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ വെല്ലിക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ സന്തോഷമായിട്ട് കഴിക്കും. കാരണം എനിക്കിത് കഴിക്കാൻ ഇഷ്ടമാട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് വലിയ ടേസ്റ്റ് അല്ല, എങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പൊതുവെ ഇഷ്ടമാവാറില്ല, പക്ഷെ ഇതെന്തോ എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്കിത് ഉണ്ടാക്കി വെക്കാനൊക്കെ ഒരു ഭയങ്കര ഒരു ത്രില്ലാണ്. കാരണം രാവിലെ എണീറ്റ് കഴിക്കാമല്ലോ എന്ന് പറയും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം ചിയ സീഡ് ഇടുന്നുണ്ട് ഇതിൽ. ചിയ സീഡ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചിട്ട് ഞാൻ അടുത്ത പണികൾ ചെയ്യുന്നതല്ലേ നല്ലത്, അതാണ് നല്ലത്. നമുക്കപ്പോൾ പോയി ഇരുന്ന് കഴിക്കാം. അപ്പം മമ്മി ഇവിടെ ഇരുന്ന് മമ്മിയുടെ ഫുഡ് കഴിക്കുന്നുണ്ട്. മമ്മിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കഴിച്ചു. ഞങ്ങളൊക്കെ കഴിച്ചു, മമ്മി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ആള് ഫുള്ള് കഴിച്ച് സുന്ദരി കുട്ടിയായിട്ട് വരും. നല്ല ഹെൽത്തിയാണ് കേട്ടോ. അതെ അതെ, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇതില് പറയുമ്പോൾ നല്ല നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഷോർട്സ് എടുത്ത് വെച്ചിട്ട് ഞാൻ പോസ്റ്റ് ആട്ടോ. എടുത്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, ബൈ ബൈ. ബൈഡാ. ഞാൻ അടുക്കളയിൽ പണിയാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ കോൺഫറൻസ് വീഡിയോ കോളാണ് കേട്ടോ. എല്ലാവരും ചേച്ചിമാരെല്ലാവരും കൂടി വീഡിയോ കോളായിട്ട് പണിയാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്തായാലും അവരോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞാൻ ജോലികൾ ചെയ്യാന്ന് വിചാരിച്ചു. രാവിലെ തുടങ്ങും ഓരോരുത്തരായിട്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, അപ്പൊ അവരോട് കുറച്ച് സംസാരിക്കട്ടെ. അവർക്ക് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി ക്ലീനിങ് തുടങ്ങി കേട്ടോ. അടിക്കാനും തുടയ്ക്കാനൊക്കെ തുടങ്ങി. ഈ ഫോൺ നിങ്ങൾക്ക് തെളിവാണ്. ഈ ഫോൺ ഇവിടെ കിടക്കണ്ട വെച്ചാൽ ഇത്ര നേരം ഇതിന്റെ ഉടമസ്ഥനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കിടക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, നിക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്ക, ചേച്ചി അടിച്ചു വരുന്നതും നീ ഇവിടെ കിടക്കണതും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ. കുതിര ഓടും പോലെ ആ റൂമിൽ പോയിട്ട് ഒളിച്ചു കേട്ടോ. ആ ചെറുതേ വാവേ. അപ്പോൾ ചെറുതവിടെ ഇത് പണിത് ക്ഷീണിച്ചു എന്ന് പറയാ. ഒരു ഫ്രൈഡ് റൈസ് കഴിച്ച് ക്ഷീണിച്ചതായിരിക്കുന്നതാണ് എനിക്ക് തോന്നണത്. അതെ അതെ, ഞാൻ എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ ആ കുട്ടിക്ക്. പിന്നെ അവൾക്ക് പാക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് തലയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും രണ്ടും ഞാൻ ചെയ്ത് കൊടുക്കട്ടെ. എനിക്ക് അടുക്കളയിൽ ഏക്കച്ചക്കൻ ജോലിയുണ്ട് ഗായ്സ്. അപ്പം ഞാൻ എന്തായാലും കിച്ചണിലേക്ക് പോട്ടെ. അയ്യോ കുഞ്ഞാ, ഇവൾക്ക് നമ്മള് ഫ്രഞ്ച് മോളെ. അതെ അതെ, അല്ല ജിമ്മിൽ ആരെ കളിയാക്കിന്ന് പറഞ്ഞ് അവര് തല്ലാതെ വിട്ടത് ഭാഗ്യം. നന്നായിട്ടുണ്ട് മോളെ. മമ്മി എൻ്റെ അടുത്ത് അങ്കമട്ടം വന്നിട്ട് നോക്ക്. എൻ്റെ കൈ ഉണ്ടോ കാണാനില്ല. മമ്മിയുടെ നഖം തട്ടിയിട്ട് കാണിച്ചു തരാം. വെറുതെ പൊടിയും തട്ടിയിരിക്കാൻ ഞാൻ ഇത് നോക്ക്. കണ്ടോ നഖം തട്ടിയിട്ട് ഒരു കുഴിയായി തോന്നുന്നു. എന്താ ഗൈസ്, മമ്മി എനിക്ക് എണ്ണ തേച്ചരാ പറഞ്ഞിട്ടുണ്ട്, ഒന്നും തേച്ച് തന്നിട്ടില്ല. എനിക്ക് എന്തോ അവിടെ നടക്കുന്നു. വരാം ഐസും കട്ട് കഴിച്ചോണ്ട് നടക്ക രണ്ടെണ്ണു. കുറച്ച് മുന്നേ ഞാൻ കഴിച്ചത് കണ്ടിട്ടില്ല. പോത്തോളം തല്ലിട്ട് എന്റെ കൈ വേദനിക്കണു.
ഹലോ, ഞങ്ങളൊരു യുദ്ധം കഴിഞ്ഞിട്ട് വന്നതാട്ടോ. എന്താ വെച്ചാ ശനി ഞായർ ഈ കുട്ടികൾ ഇവിടെ ഉണ്ടെച്ചാ ഒരു പണി ഇവിടെ നടക്കില്ല. ക്ഷീണിച്ചു ക്ഷീണിച്ചു. ഈ പോത്തോളം തല്ലിയിട്ട് കണ്ടോ, കൈയൊക്കെ ചോത്തിരിക്കണുണ്ടോ. ഐസും കട്ടെടുത്ത് കഴിക്കുക, തലേമ കേറി നിൽക്കുക, ഇതൊക്കെയാണ് ഇവൾമാരുടെ പണി. എന്താ ചെയ്യാ ഞാൻ എന്റെ കൈ മുറിക്കുക എങ്ങനെ കൈ മുറിഞ്ഞു ചോദിക്കോ. ഐസും കട്ട കഴിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ പിടിയും വലിയ അറിഞ്ഞിട്ട് പോലില്ല. സൗണ്ട് കേട്ടില്ല അല്ലെ? ഞാന് സൗണ്ട് ഐസും കട്ട കറുമുറി സൗണ്ട് കേട്ടില്ല. അതിന് വന്നത് കള്ളം പറയരുത്. മൂത്ത് കണ്ണിച്ച് നോക്കി പറ. ഐസും കട്ട സൗണ്ട് കേട്ടിട്ടല്ലേ വന്നത്? ഐസും കട്ട കഴിച്ചിട്ട് ഞാൻ അത് കേട്ടിട്ട് തല്ലൂടാൻ പോയതാണ്. അപ്പൊ എന്റെ നഖം അവിടെ കുത്തി. ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതാട്ടോ അടുക്കള കിടക്കുന്നു. ഇതൊന്നും അവർക്ക് കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ എന്റെ പണികൾ ചെയ്യട്ടെ. ഞാൻ എന്റെ പണി ചെയ്തില്ലെങ്കിൽ ആരും ചെയ്യാനാ? ഞാൻ തുപ്പ മമ്മി എണ്ണ തേച്ചാ ഞാൻ കുളിക്കാൻ വരട്ടെ മമ്മി. ശരി ശരി ശരിയോ? ഉണ്ടോ? അപ്പൊ ഞാൻ ചോട്ടിലേക്കും ഈ കൈ വെച്ചിട്ട് ഒരു ബോട്ടില് ഇത് കഴുകിയിട്ട് നമുക്ക് ഇതില് കുരുമുളക് പൊടി ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് ഹാൻഡ് വാഷ് ഇട്ടിട്ട് തുടയ്ക്കാമെന്ന്. ഞാൻ ഹാൻഡ് വാഷ് ഇട്ടിട്ടാണ് കേട്ടോ തുടച്ചത്. അത് നല്ലൊരു സ്മെല്ലാട്ടോ. നമ്മൾ എത്ര പുതിയ വീടാണെന്ന് വെച്ചാലും ഇതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഡെയിലി തുടയ്ക്കണം. അപ്പോഴാണ് അതൊരു ഒരു പുതുമ നഷ്ടപ്പെടാതെ നിൽക്കൂട്ടോ. നമ്മളുടെയൊക്കെ കുറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതുപോലെ നിൽക്കുന്നത് ഞാൻ ഇതുപോലെ ചെയ്തത് കൊണ്ടാണ്. അങ്ങനെ ഗ്യാസിൻ്റെ ആണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് ദിവസം തുടയ്ക്കണം കേട്ടോ. അപ്പോഴതും ഒരു പുതിയതുപോലെ ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ഒരു സുഖമല്ലേ. മമ്മി ചെന്നൈയിലൊക്കെ കിട്ടണ പോലത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിണ്ടായിരുന്നല്ലോ. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. വരുമ്പോ ഉണ്ടാക്കി തരാട്ടാ. ചൊടിച്ചു മുമ്പ് ഉണ്ടാക്കി തരാട്ടെ ലഞ്ചായിട്ട്. എന്നിട്ട് ബാബ അവിടെ വെറുതിരിക്കണോ? ഫോണ് നോക്കി ഇരിക്കുന്നുണ്ട്. അവിടെ ഫോണ് മൈ കൊടുത്തിട്ടുണ്ട്. അതെ. ഓ ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. റോഡ് സൈഡിൽ എവിടെയോ, മുറ്റത്ത് എവിടെയോ. വീട്ടോ. ഹലോ ഹലോ ഹലോ. അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ ചേച്ചി വീഡിയോ കോൾ ചെയ്താ കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. നമ്മൾ ആരോടെയും സംസാരിച്ചിട്ട് ജോലി ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് ജോലി തരും. നമ്മൾ ജോലി ചെയ്യുന്നത് അറിയില്ല. അതിനിടയിൽ ഉണ്ണിയുടെ ഒരു കഥകളിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, എഡിറ്റ് ചെയ്യുമ്പോഴേ കണ്ടേ. പിന്നെ നമ്മൾ വല്ല ജോലിയും ചെയ്യാൻ പോയാലായിരിക്കും ഇല്ലാത്ത കോൾ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ ചാട്ടി കൊണ്ടിരിക്കുമ്പോൾ ആരും വിളിക്കില്ല. പിന്നെ ഏട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനോട് സംസാരിച്ച് എന്നിട്ടാണ് കേട്ടോ ബാക്കി പണി ചെയ്തത്. ഹലോ അതാരാമി പെണ്ണ്? ഇത് ഉണ്ണിയുടെ ഫോട്ടോ വരയ്ക്കാൻ കൊടുത്തത്. ശരി എന്നാ ഞങ്ങൾ അപ്പോഴേക്ക് ക്ഷീണിച്ചു. അപ്പൊ ഞങ്ങൾ 2 മിനിറ്റ് റെസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ. അതെ, ഞാൻ ശരിക്കും വേർത്തു. ഇത് നോക്കി ഞാൻ വേർത്തിരിക്കുന്നു. വായിലിട്ടാൻ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതവിടെ അതെ.
ഇറങ്ങി പോട്ടോ ഓരോന്നിട്ട് പിന്നെ അങ്കും യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ വേണ്ടി വന്നു. ഈ വാവക്കുട്ടി ഉണ്ണി കണ്ണ് തെറ്റി ഐസും കട്ട എടുത്ത് കഴിക്കുക കേട്ടോ. അവറ്റങ്ങളെ പല്ലൊക്കെ വേദനിക്കുകയെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് കൊടുക്കുന്നത്. ഹലോ, അപ്പോൾ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞു, വൃത്തിയാക്കി എല്ലാം കഴുകി. ഇനി കുക്കിംഗ് ആണ് കേട്ടോ. പാത്രം കഴുകാൻ മുമ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ പിന്നെ ആ പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി കുക്കിംഗ് ആണ്. ഞാൻ ഇന്ന് മറ്റേ വീട്ടിലൊക്കെ ഇല്ലേ, ഞങ്ങളുടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ, സ്വന്തം വീട്ടിലൊക്കെ കുമ്പളങ്ങയും ചിക്കനും കൂടി ഒരു കറി വയ്ക്കും. നമ്മൾ വിഷു സമയത്ത് അവിടെ നമ്മൾക്ക് ഒരു 2-ാം തീയതി ഒരു പൂരുണ്ട്, ഒരു വേല എന്ന് പറയും, വിഷു വേല. ആ ദിവസം ഇത് വെക്കും കേട്ടോ. അപ്പം ഞാനത് അമ്മയാണ് എപ്പോഴും വെക്കാറ്. ഞാൻ ഇതുവരെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനിന്ന് അത് വെക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെ വെക്കാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അമ്മേനെ വിളിച്ചിട്ട് അതൊന്ന് എന്താ ചോദിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഒരു ന്യൂ റെസിപ്പി ആയില്ലേ, അപ്പം നമുക്കത് വെക്കാം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുള്ളത് വെച്ചാൽ അത് വഴിയെ നമുക്ക് നോക്കാം. ഈ 2 പിള്ളേരെയും കൊണ്ട് ഒരു സ്വൈരക്കടയെ കണ്ണ് തെറ്റി ഐസും കട്ടെടുത്ത് കഴിക്കുക. ചെറിയ കുട്ടികളാകുമ്പോൾ ഇവരിത് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇത്തിരി വലുതൊക്കെ ആയപ്പോൾ പറഞ്ഞു, ചേച്ചി പണ്ട് നമ്മൾ ഐസും കട്ടയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ മമ്മി അടിക്കാനൊക്കെ എന്തായാലും പൂച്ചയാണ് കേട്ടോ. എന്തായാലും ചേച്ചി അതൊക്കെ ഒരു കാലെന്ന് പറഞ്ഞു. ഇപ്പോഴും അവറ്റങ്ങൾ അതേ പരിപാടി രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വാവുകുട്ടി ഐസ് ആ ട്രെയിലൊക്കെ ഐസ് ഞാൻ അതിനെ കുഴിച്ച് കളഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഐസ് വെള്ളം ചോദിച്ചാൽ അവിടെ കൊടുക്കാണ്ടാവില്ല കേട്ടോ. കണ്ട കള്ളത്തി ഓടുന്നുണ്ട കള്ളത്തി. ഇനി വേറൊരു കള്ളത്തി ഇവിടെ ഇരിക്കണ്ടേ. തുണിയുടെ ബാബാ ഇണിക്ക്. അപ്പോ എല്ലാ വേറെയുള്ള ജോലിയൊക്കെ തീർന്നല്ലോ. അപ്പൊ നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിതുണ്ടോ കുറച്ച് കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന് വേണ്ട കുറച്ച് മസാല കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. കേൾക്കുന്നുണ്ട് അവിടെ അവരോട് കൊണ്ട് ഡാൻസ് കളിച്ചിട്ട് വന്നിട്ട് അതൊക്കെ അറിയിക്കുന്നത്. അപ്പൊ ഇത് തയ്യാറാക്കണം നോക്കാം കേട്ടോ. നമുക്ക് ചോറ് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. കുറച്ച് മറ്റേ കറി ഉണ്ട്, അത് ചിക്കൻ കറി ഉണ്ട്, അത് ചൂടാക്കി വയ്ക്കട്ടെ. എന്നാലും ആരും എടുത്തില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം ഉണ്ടാക്കിയ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി വയ്ക്കട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുണ്ട്, ചോറ് ഇതാണ്ട് വെച്ചിട്ടുണ്ട്, ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ മസാല, അത് ആ ചിക്കനിൽ തിരുമ്പി വയ്ക്കണം കേട്ടോ. കുറച്ച് ചിക്കൻ മസാല നമ്മുടെ ഇതൊക്കെ ആവശ്യാനുസരണമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് മതിയാവും. കുറച്ച് മല്ലിപ്പൊടി, ചിലപ്പോൾ എല്ലാം കൂടുതൽ ഇങ്ങനെ നല്ല ഇതൊക്കെ വേണ്ടി വരും. പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് 2 പട്ട. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കും, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അത് ഉണ്ണിവാവിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന തോന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൂടെ ദോശ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക. ദോശ ഒന്നും ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ചോറ് കൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുമ്പളങ്ങയാണ്. നിറച്ച് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മൾക്ക് ചിക്കൻ നിറച്ചിടാം. ചിക്കൻ ഇതിലുള്ളത് മുഴുവൻ ഇടാം. ഞാൻ കുറച്ച് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് വേണ്ട, ഇതിലുള്ള മുഴുവൻ നമുക്ക് ഇട്ടിട്ട് വയ്ക്കാം. ആകുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് നിഴല് കണ്ടോ? അയ്യോ നിഴല് കണ്ടോ ഒരാൾ? അപ്പം നല്ല തുണികളൊക്കെ തിരുമ്പണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനുണ്ട്, നല്ല തുണികൾ കഴുകാനുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഇന്നും പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ പരീക്ഷിക്കുന്നത്. എങ്ങനെയുണ്ടോ എന്തോന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു ചേച്ചി വൃത്തിയാക്കാനൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് തുണികൾ നല്ല തുണികൾ കഴുകാനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനന്ന് പെയിൻറ്റ് അടിച്ചിട്ട് അങ്ങനെ പോയതാണ്.
അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ്, അവിടെ പെയിൻറ് അടിച്ചില്ല കേട്ടോ, അവിടേക്ക് ബാക്കിയൊന്നും പെയിൻറ് തകഞ്ഞില്ല, ഇനി വാങ്ങിയിട്ടത് അടിക്കണം. അപ്പോൾ ഞാൻ നല്ല തുണികളൊക്കെ നനച്ച് വയ്ക്കട്ടെ. ഒരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ നല്ല തുണി കഴുകാനും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തുണി നനച്ച് വയ്ക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ മമ്മി വർക്കിംഗ് ഹോ ഗയാ. എന്തായാലും പോയി ആ വെള്ളം, ഇനി അത് സോപ്പ് ഇടുക. ഇപ്പോൾ വരുന്നതുകൊണ്ട് വരട്ടെ. അപ്പൊ വെള്ളം ആക്കിയിട്ടല്ലേ സോപ്പ് പൊടി ഇടുക? അതല്ല, ആദ്യം എടുത്ത വെള്ളം നല്ല വെള്ളമായിരുന്നു, അത് നനച്ചു വെച്ചിരിക്കേ. എന്റെ സ്വഭാവമാണ് വെള്ളത്തിന് എപ്പോഴാ മനസ്സിലായില്ല. ആദ്യം ഞാൻ കുറച്ച് നനച്ചു വെക്കുന്ന നല്ല വെള്ളം വന്നേ, പിന്നെ ചളിവെള്ളം വന്നേ. നിന്റെ സ്വഭാവമാണ് വെള്ളത്തിന് എപ്പോഴാ സ്വഭാവം മാറി പറയുന്നത്. കുടിക്കണ്ട, കുടിക്കാനല്ല ഇറങ്ങി എങ്ങനെ ഉണ്ടാവും? എന്തത് പതപ്പിച്ച് ഇതാക്കുവോ? ഞങ്ങടെ പല്ല് വേദനിക്കുന്നു. ആ നിങ്ങളുടെ ബുദ്ധിയില്ലാത്ത ടീംസ് കളിക്കുന്ന കളിയൊന്നും കളിക്കാൻ വയ്യ. ഹൈലൈറ്റോ? ഹൈ ലെവലാണോ ഉദ്ദേശിച്ചത്? അപ്പൊ നല്ല തുണികളൊക്കെ ഞാൻ നനച്ച് വെക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ ഞാനിങ്ങനെ വാഷിംഗ് മെഷീനിലൊന്നും ഇടില്ല, നല്ല തുണികളൊക്കെ ഞാൻ കഴുകും. എന്നിട്ട് മമ്മി ഇടുപ്പ് ഇങ്ങനെ പോയിട്ട് ഇന്നിപ്പോ എനിക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേറൊരു ചേച്ചി വന്നിട്ടുണ്ട്, അപ്പൊ അവര് കഴിയും. പക്ഷേ ഇതൊക്കെ എന്റെ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകളുണ്ട്. വാഷിംഗ് മ്യൂസിക് ഓക്കെ, ഡിസ്കോ ഓക്കെ. ചേച്ചി കൊണ്ടുവന്നിട്ടത് അറിയോ? ഏത് മേ ബി ആയിരിക്കും. അമ്മീ ഇന്നൊരു തുണി കൊണ്ട് ഇടുപ്പ് വരാം. എന്താ മമ്മി ഇങ്ങനൊക്കെ പറയണേ? അയ്യോ, അത് കട്ടി ഉണ്ടാവില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ മമ്മി ക്ഷീണിച്ചു. ഇതും കൂടി ഇട്. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനുള്ള തുണി ഇടും കേട്ടോ. നല്ല തുണിയെല്ലാം ഞാൻ നനച്ച് വെച്ചു. അതൊരു 5 മിനിറ്റ് കുതിർന്ന് കഴിഞ്ഞ് അത് കഴുകാം. വാക്കുട്ടി എടുത്തെടുത്ത് എറിയുന്നുണ്ട് കേട്ടോ, വല്ല വൈരാഗ്യം തീർക്കുന്ന പോലെ. ഇത് പിന്നെ മുകളിൽ വിരിച്ചിട്ട ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തനിയെ നനച്ച് വെക്കുകയാണ്. കബോർഡ് വർക്കൊക്കെ ചെയ്തപ്പോൾ അതിൽ അങ്ങനെ പൊടിയായി. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. നല്ല തുണികൾ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല തുണികളാണ്. അത് ബെഡ്ഷീറ്റ് വേറെ വെള്ളം നനച്ച് വെച്ചിട്ട് ബാക്കിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് നമുക്ക്, ഞാൻ കഴുകണില്ല, ഞാൻ പോകണം താഴേക്ക്. ഞാൻ കുക്കിങ്ങിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നനച്ച് വെച്ചാൽ ചേച്ചിക്ക് സെറ്റാക്കി കൊടുത്താട്ടോ. അപ്പോൾ ചേച്ചി കഴുകുമല്ലോ. അപ്പോൾ ഇത് ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എടുത്ത്, അയ്യോ ഇത് മണ്ട പൊട്ടിയിട്ടുണ്ടല്ലോ, പണി കിട്ടുമോ? അപ്പോൾ ഇത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാല ഇതിലേക്ക് കൊട്ടി. ഇനി നമ്മളിതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അമ്മ പറഞ്ഞത് ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുരുട്ടി എടുക്കാനാണ്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കണം, എന്നിട്ട് കുമ്പളങ്ങി ഇട്ടാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ചു. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓ, അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇല്ല, എന്നിട്ട് ഇത് ചുരുട്ടിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് പണി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. എമ്മി കുമ്മി പറഞ്ഞിട്ട് അവിടെ എത്തിയ അത് പണി കിട്ടുന്ന തോന്നുന്നു. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? ഇത് നന്നായിട്ടൊന്ന് ചുരുണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ഫസ്റ്റ് ട്രൈ. ആ ചെറുത് കണ്ടോ, ചെറുത് ഇവിടെ പ്രശ്നക്കാരിയാണ്. ചെറുത് ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടും. ചെറുതില്ല, ഇപ്പോഴും ചെറുതൊക്കെ വിചാരിച്ച് ചെറുത് LKG പഠിക്കണെന്നാട്ടോ. പിന്നെ ഞാനൊരു കമന്റ് കണ്ടു, എന്താ മക്കളിനെ ഇങ്ങനെ പൊക്കി പറയണ എന്തിനാ,
മറ്റേ എല്ലാ അമ്മ എന്താണ് ആ മക്കൾ അങ്ങനെ പൊക്കി പറയണ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടോ. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിരിക്കണോ, മക്കളിനല്ലേ പോക്കുന്ന, അമ്മയല്ലേ പോക്കുന്ന, വേറെ ആരാ പൊക്കി പറയാ, അമ്മയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ പൊക്കി നിങ്ങൾ അങ്ങനെ പൊക്കി പറയാത്തതുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് കമന്റ് ചെയ്യുന്ന വെച്ചിട്ട് വേറെ ഒരു കുട്ടി റിപ്ലൈ കൊടുത്തിട്ട്. അപ്പൊ ആ ആള് പറഞ്ഞിരിക്കുകയാണ് ഇതിനേക്കാളും ഞങ്ങൾക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്തില് നമ്മളെ മക്കളെ പറയാൻ അമ്മമാർക്ക് തന്നെയാണ് കൂടുതൽ ഇത്. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും അത് അമ്മമാർ തന്നെയാണ് അത് അംഗീകരിക്കുകയും ചെയ്യുക, അത് മറ്റൊരാളിലേക്ക് പറയുകയും ചെയ്യുക ആത്മാർത്ഥമായിട്ട് കേട്ടോ. ഇത് പൊക്കി പറയലും താഴ്ത്തി പറയലൊന്നും അല്ല, ഇവിടെ കാര്യം പറഞ്ഞതാണ്. സ്കൂളിൽ പോകുമ്പോൾ എത്ര കുട്ടികളുണ്ടാവും, ഒരു വീട് അടിച്ചൊരു തുടച്ചിട്ട് പോകുന്ന കുട്ടികൾ, കയ്യിൽ എണ്ണാവുന്ന പിള്ളേര് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ എൻ്റെ മകള് ചെയ്യുന്നത് എനിക്ക് പറയാൻ ഒരു മടിയില്ല ആരുടെ മുൻപിലും. അതിനനുസരിച്ച് അത് തള്ളാന്നൊക്കെ വിളിച്ചിട്ടാ പറഞ്ഞേക്കുന്നത് കേട്ടോ, അമ്മന്ന് പോലും അല്ല. അപ്പൊ അവരുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാം. ആ അമ്മയച്ഛനും ഒരുപാട് സ്നേഹം കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തേണ്ട വെച്ചാൽ ഒരിക്കലും ഒരു പബ്ലിക്കിൽ വന്നിട്ട് തള്ള എന്ന് വിളിക്കില്ല. നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം സ്നേഹവും ഇതും കൊടുത്തിട്ടാണ് അച്ചടക്കം പഠിപ്പിച്ചിട്ടാണ് വളർത്തിയിരിക്കണെന്ന്. അപ്പൊ എന്തായാലും ഉണ്ണിക്ക് ട്രൈപോഡ് വേണം വെച്ചിട്ട് എന്നത്തെയും പോലെ വന്നിട്ടുണ്ട്. അവള് വീഡിയോ എടുക്കാൻ പോകണം കേട്ടോ. അവൻ ജസ്റ്റ് എന്റെ ഇതൊന്ന് കാണിച്ചു തന്നിട്ട് ഉണ്ണി കാണിച്ചു കൊടുത്തിട്ട് പോ, ഉണ്ണി ബാക്ക് കമ്പനിട്ട് കാണിച്ചു കൊടുത്തിട്ട് പൊക്കോ. അപ്പൊ ഇതിങ്ങനെ ചുരുണ്ട് വരുന്നുണ്ട്. പക്ഷെ അമ്മമ്മയുടെ അവിടെ ഒക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് എല്ല് മാത്രം ഇട്ടിട്ടാ ഉണ്ടാക്കുക. എല്ല് അപ്പൊ ഇതില് ഈ കുമ്പളങ്ങിയും ഈ ചിക്കനും. പക്ഷെ ഞാൻ ചട്ടി മാറ്റേണ്ടി വരും കേട്ടോ, കാരണം ഇത് ചെറുതായിട്ട് പൊട്ടിയിട്ടും ഉണ്ട്, പിന്നെ ചെറുതായിട്ട് അതിൽ കൊള്ളില്ല എന്ന് തോന്നുന്നു, ക്വാണ്ടിറ്റി പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ട്രൈപോഡ് കൊണ്ടുപോക്കോ, വന്നിട്ട് ഞാൻ ബാക്കി. ഓക്കെ ഗൈസ്, മമ്മി എന്തായി കേട്ടെ. അപ്പൊ ഇതിങ്ങനെ ചുരുണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി കേട്ടോ ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റിന് ചേർക്കണത്ര, അത് അമ്മമ്മ പറഞ്ഞില്ല, അമ്മമ്മക്ക് മറന്നു പോയി തോന്നുന്നു. അപ്പൊ എന്തായാലും എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കാം. ടേസ്റ്റ് മാറിയപ്പോ ഇല്ലില്ല, ആരാ വെക്കുന്നത് അപ്പോ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. സോണിക്ക് എന്തെങ്കിലും കൊടുത്തു കാണുമ്പോ ഗൈസ് ഇവിടെ എല്ലാ പൂച്ചകളും പട്ടികളും വരിക ഫുഡ് കിട്ടുന്നുണ്ട്. പിന്നെ അവർക്കും ജീവിക്കേണ്ട ഭാവേ, നമുക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? കരിയൂ, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ട് ഭാവേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, എന്നിട്ട് ഞാൻ ഫുഡ് ഇങ്ങനെ ബാക്കി വന്നപ്പോ കൊടുക്കാൻ പോയിട്ടോ. അപ്പൊ ഒരു പൂച്ച ഇരുന്ന് മനസമാധാനത്തോടെ കഴിക്കുക. അപ്പൊ ഒരു ബെൽറ്റ് ഇട്ട് പട്ടി വന്നപ്പോഴേക്കും പൂച്ച അങ്ങോട്ട് ഓടിപ്പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ശരി പട്ടി കുറച്ച് കഴിച്ചിട്ട് പൊക്കോട്ടെ പറഞ്ഞിട്ട് അതിനെ കുറച്ച് കഴിച്ചപ്പോ അത് ആട്ടി വിട്ടു. പിന്നെ പൂച്ചയും കഴിക്കാൻ വരും. അപ്പൊ ഞാൻ കുറച്ചേരം അതിനെ ആട്ടി വിട്ടിട്ട് സോണിനോട് വന്ന് കഴിച്ചോളാൻ പറഞ്ഞു. സോണി ആദ്യമൊക്കെ പേടിച്ചു വെച്ചാൽ ഞാൻ അവിടെ ഉള്ളതുകൊണ്ട് മെല്ലെ വന്ന് കഴിച്ചു. പട്ടി അറിയോ, അപ്പുറത്തെ വീട്ടിലാണ് ആരോ ആയിക്കോട്ടെ. ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങോട്ട് കേറണ്ടാന്ന്, പട്ടീനോട് പറഞ്ഞു, അവനല്ലല്ലോ അവളോട്. എന്നിട്ട് അവള് കേറി, എന്നിട്ട് എന്നെ ദിക്കടിച്ചിട്ട് എന്നെ നോക്കി ഇങ്ങനെ വാലാട്ടിട്ട് പോയി. എന്നിട്ട് അപ്പൊ ഗെറ്റ് ഔട്ട്. അപ്പൊ ഉണ്ണി റീലെടുക്കാം, ഞാൻ കാണിച്ചാലോ ഉണ്ണി നേരം. എന്താ പിന്നെ പറഞ്ഞ പിന്നെന്താ ചെയ്യുന്ന, ചുരിദാർ നല്ല രസമുണ്ടല്ലോ, നോട്ട് ഫുള്ള് അങ്ങോട്ട് പോര്, ഇങ്ങോട്ട് വാ. ഉണ്ണി എടുത്ത് 2-3 വട്ടം എത്രയോ പേര് പറയണല്ലോ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഇടാൻ വേണ്ടിട്ട്. ഒന്ന് ഇടുണ്ണി, ഉണ്ണിയുടെ മുടി റിസൾട്ട് ഇല്ലേ, തിരി നോക്കട്ടെ, കണ്ടോ, മെല്ലെ തിരി. അപ്പോൾ ഇതായിട്ട് ഉണ്ണിയുടെ മുടി നല്ല റിസൾട്ട് ഉണ്ട്. ഞാനപ്പോൾ പാക്കുകളോ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ, അതല്ലേ നല്ലത്. ഫ്രിഞ്ചി. വാക്കുട്ടിയുടെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ, വാക്കുട്ടിക്ക് ഞാൻ എണ്ണ തേച്ച് കൊടുക്കണം. ഇനി എണ്ണ തേച്ച് തരാൻ പറഞ്ഞിട്ട് പോയിരിക്കണുണ്ടോ. ഇതാണ് നമ്മുടെ സോണി. അയ്യോ വെള്ളം അറിയണോ, മോള് തിരുമ്പാണ്. ഇങ്ങനെയാളേരും പൊളിക്കുക. പാര കാണാനില്ല കൈസ്, അല്ല പാര ഇപ്പൊ ഇവിടെ ഇല്ല. അതെ, പിന്നെ മമ്മി ഇങ്ങനെ പൊളിക്കാൻ വിചാരിച്ചു. ഞാൻ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നും. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്ന് ഒരു പീസ് എടുത്ത് കൊടുക്കാം. അതല്ല സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ചിരവിയിട്ട് കുറച്ച് അരയ്ക്കണം. അപ്പോഴത്തേക്ക് ഞാൻ അത് വേഗം സെറ്റ് ആക്കട്ടെ.
അപ്പൊ നമ്മൾക്ക് ഈ കുമ്പളങ്ങ ഇതിലേക്ക് അമ്മമ്മളോടെ വെക്കില്ലേ കുമ്പളങ്ങയും ചിക്കനും കൂടെ? കറിയാണോ? ആ അമ്മമ്മളോടെ വെക്കില്ലേ പൂരത്തിന് ഒരു കറി? കറിയായിരുന്നു. ശൈലം ഉപ്പിട്ട് കൊടുക്കണ്ടേ? അയ്യോ ചിക്കനിൽ ഞാൻ ഉപ്പിട്ടിട്ട് വയറ്റിയില്ല കേട്ടോ. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ മമ്മി ആയോണ്ട് ലാസ്റ്റ് എന്തേലുമൊക്കെ സെറ്റ് ആയിട്ട് കിട്ടും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കത്തി കേട്ടതില്ലേ, ഇതിലേക്ക് തക്കാളി. അതിന് ഒരു സാമർഥ്യം ഇല്ലാത്തൊരു പൂച്ചയായി മാറിയാണ് നിന്റെ തക്കുടു. കണ്ടോ? ഓ കണ്ടംപൂച്ച വന്നു. അപ്പൊ പേടിച്ചു മമ്മി. നമ്മളിനി നന്നായിട്ട് തിളച്ച് വേവട്ടെ കേട്ടോ. സെറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതല്ലേ നല്ലത്. യെസ്. ഹലോ ഹലോ. കാണാതെ പോലെ ഇരിക്കുന്നു. വേണ്ട അങ്ങോട്ട് നോക്ക്. അപ്പൊ നമുക്കത് അടച്ചു വെക്കാം. അത് തിളക്കട്ടെ. ഓക്കെ ഓക്കെ ചേരാം. അയ്യോ എന്താ വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. സാരമില്ല, അതെല്ലാം നമ്മളുടെ ജോലിയുടെ ഭാഗമാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇനി പാവക്കുട്ടിക്ക് എണ്ണ തേച്ച് കൊടുക്കട്ടെ കേട്ടോ. പാവക്കുട്ടി ഇത് മുടിയൊക്കെ അഴിച്ചിട്ടേ തലയിൽ നിറയുമ്പോൾ കെട്ടണട്ടെ. എനിക്ക് ഇങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതുണ്ട് വാക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്തോ കൊറിയർ വന്നതാണ്. ഞാൻ വാക്കുട്ടിക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ട് അപ്പോഴേക്കും എൻ്റെ അടുക്കളയിലുള്ള സംഭവങ്ങൾ കറക്റ്റാകും. അപ്പോഴത്തേക്കും ഞാൻ ഓടി കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ട് നമ്മൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തിളച്ചു. കുമ്പളങ്ങ വെന്തിട്ടില്ല. കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് നാളികേരം അരപ്പൊഴിക്കാം കേട്ടോ. കുമ്പളങ്ങ വേവട്ടെ. ഇത് നമ്മളുടെ ഫ്ലെക്സീഡിൻ്റെ പാക്ക് ഒരുപാട് വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേഗം അതിൽ പോയി നോക്കിയാൽ മതിയല്ലോ. അത്രയും നല്ലത് വാവുകുട്ടിക്ക് ഞാൻ പാക്ക് ഉണ്ടാക്കുന്നതാണ്. സുന്ദരി മുഖൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞിട്ട് എന്താ അങ്ങനെ വേർത്തക്കണത്? കമ്മല് വന്നിക്കാണ് അല്ലേ? ഞാൻ അതുകൊണ്ട് വാരി വലിച്ചിട്ട് അവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ചോറിന് വീഡിയോ എടുത്തു കഴിഞ്ഞോ? കുറച്ച് നാളികേരും കുറച്ച് ജീരകവും 2 ചെറുള്ളിയും കൂടി. ഇത് മറ്റേ കുരുമുളക് പൊടിച്ച ജാറാട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴുകിയില്ല. അത് കുരുമുളക് അതിൽ പെട്ടാലും കുഴപ്പമില്ല. അപ്പൊ ഇതായിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് കുറച്ച് ചെറുള്ളിയും കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വറുത്തിടാം. ഇത് നന്നായിട്ടൊന്ന് ഞാൻ കുറച്ച് നാളികേരം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ഇത് ഉണ്ണി വാവയൊന്നും കഴിക്കാത്തതുകൊണ്ട്. ഇത് കളർ ഇങ്ങനെയല്ല കേട്ടോ. അതൊന്നും കൂടി നല്ലൊരു കളറാണിത്. മറ്റേ ഫോണിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഇതിൽ ബാക്കി കുറച്ച് നാളികേരം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ അങ്ങോട്ട് ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ 2 പേരും ഓക്കെ നിൽക്കട മോളെ. ഒരു സെക്കൻഡ് കട്ട് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ 2ആളും കൂടെ റീൽ എടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ആ കുട്ടി കുട പിടിച്ച് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴ ഉണ്ടോന്ന്. ഇല്ല, ഉണ്ണി വെയിലെത്തും അതാണ് റീലെടുത്ത് കൊടുക്കുന്നത്. അവരെന്തായാലും റീലെടുക്കൽ നടക്കട്ടെ. ഹലോ, അപ്പം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചു വേവിച്ചു. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇതായിരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുള്ളി കറിവേപ്പിലയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്തിടാം കേട്ടോ. നോക്കിയേ, നല്ല ഇത് ഉണ്ണിക്ക് ഭാവിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അവർ കഴിക്കാറില്ല. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് കഴിക്കുമെന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നാൽ സംഭവം സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. ഇങ്ങനെ ആരും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ. നമ്മളും വിഷു സമയത്താണ് കേട്ടോ നമ്മൾ വീട്ടിലൊരു ദിവസമാണ് ഇങ്ങനെ വെക്കുക. ഒരു വർഷത്തിൽ ഒരു വട്ടമാണ് ഇങ്ങനെ വെക്കുക. ഇപ്പം ചേച്ചിമാരൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തോട്ടെ. എനിക്ക് ഒത്തിരി കടുക് ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഉള്ളി ഇട്ട് കൊടുത്തു. കറിവേപ്പില അങ്ങോട്ട് ഇടാം. കുറച്ച് എണ്ണ ഒഴിച്ചത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി വെക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ഒഴിച്ചത്. എന്നിട്ടേക്ക് ഇതിലേക്ക് കൊട്ടാം. വേണ്ട വറുത്തിട്ടിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യൂ. ഞാൻ ഉണ്ണിക്കും വാവയ്ക്കും കൊടുക്കുമ്പോൾ കാണിച്ചു തരാം. ബൈ ബൈ. ഇപ്പം ഈ ഇടയായിട്ട് ചേച്ചിമാർക്ക് ഈ കറി വെക്കണം കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു
ഒന്ന് വെക്കാന്ന്. അപ്പൊ അങ്ങനെ വെച്ചതാട്ടെ. നമ്മളെ വീട്ടിലൊക്കെ വർഷത്തിൽ ഒരു വട്ടം ഈ കറി വെക്കും, വിഷു വരെ ദിവസം. അപ്പോൾ കുറേ കറികൾക്ക് ശേഷം ഇത് ദോശയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ചോറിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന രാവിലെ വാങ്ങിച്ച ദോശയുടെ കൂടെ കഴിക്കാം. ഉണ്ണിക്ക് ഇതാ ചോറ് ആറാൻ വെച്ചിട്ടുണ്ട്. ഉണ്ണിക്ക് ചൂട് ചോറ് ഇഷ്ടമില്ല. അപ്പോൾ വാകുട്ടി കുളിക്കുകയാണ്. അവർ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഇനിയിപ്പോൾ ഇത് വെച്ച പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി. ക്ലീനിങ്ങിന് വന്ന ചേച്ചി മുകളിലും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തുണികളാണ് മടക്കാനുള്ളത്. നമ്മളെ കബോർഡ് മുകളിൽ സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ തുണികളൊന്നും മടക്കി 2 കബോർഡും കൂടി ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഒക്കെയാണ് കേട്ടോ. അവര് വീട്ടിൽ മണിയമ്പറയിൽ കഴിക്കാറില്ല അങ്ങനത്തെ കറി. അപ്പോൾ ഇപ്പൊ സത്യസന്ധമായിട്ട് പറയണം. അയ്യോ, ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ? അതെയോ? ശരിക്കും കറക്റ്റ് ആയിട്ട് എങ്ങനെ ടേസ്റ്റ് വരുന്നത്? കറക്റ്റ് ആയിട്ട് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്താണെന്നറിയോ, ചിക്കൻ കറിയും കുമ്പളങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല, മണിയമ്പറയിൽ നിങ്ങൾ കഴിക്കാറില്ലല്ലോ ഫസ്റ്റ്? ഇല്ല, ലാസ്റ്റ് ഉണ്ടൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഫസ്റ്റ് നമ്മുടെ കുഞ്ഞു കുട്ടിയാകുമ്പോ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുമ്പളങ്ങ കറി, വെജിറ്റബിൾ കറി ഇഷ്ടമല്ല. പിന്നെ വലുതായി ബോധം വെച്ച് തുടങ്ങിയപ്പോ നല്ല കഴിക്കാൻ തുടങ്ങി. ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വലുതാകുമ്പോഴൊക്കെ കഴിക്കും. പക്ഷെ അതിനെക്കാട്ടിലും എനിക്കിത് ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. കാരണം അവിടെ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വെക്കും, ഇവിടെ കുറച്ച് ദിവസമാണ്. പിന്നെ അമ്മമ്മയുടെ ഇൻഗ്രീഡിയൻസിലെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടുണ്ട് അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും അപ്പൊ ഞാൻ അടുത്തൊരു റെസിപ്പി നാളെ വേറെ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യില്ല. വെച്ചു അയ്യോ നാശമായി പോയി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്ത് വയ്ക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓടി അങ്ങോട്ട് കുറച്ച് ഇങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇട്ട് ചിക്കൻ 2 പീസ് എടുത്ത് തിളപ്പിച്ച് വറുത്തിട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ അതിൻ്റെതായ രീതിക്ക് എല്ലാം ചെയ്യണം, ടൈം കൊടുത്ത് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. കൈപുണ്യം വേണം. അപ്പൊ ഓക്കേടാ, ഉണ്ടാക്കും. ഓക്കേടാ. വാവച്ച് കണ്ടോ ചെറുത് കുടിക്കോണ്ട് ഇങ്ങനെ നടക്കണ്ട കേട്ടോ. അത് കുറച്ചെടുത്തിട്ട് ആദ്യം മണ്ടയിൽ ഇങ്ങനെ ആക്കിത്തേക്ക് പുറത്തു എടുത്തേക്ക്. അതിന് പാക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാനും കഴിക്കട്ടെ. എന്റെ മുടിക്കെട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇത് രാവിലെ കെട്ടിയതാട്ടോ. ഇനി എന്താ, ഇനി എനിക്കില്ലേ തുണികളും കൂടി അങ്ങോട്ട് വൃത്തിയാക്കി വെക്കണം. തുണികളും കൂടി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ മനസ്സ് ഒന്ന് സുഖമാവും. അപ്പം പിന്നെ നമ്മൾ ഡെയിലിയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം മുകളിലത്തെ കബോർഡിലൊന്നും വെക്കാത്തത് കൊണ്ട് ഇവിടെയുള്ള നമ്മൾ എടുക്കാത്ത യൂസ് ആക്കാത്ത ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കൊണ്ടുവയ്ക്കണം. ചിക്കൻ കറിയുടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ചിക്കൻ കറി ഇന്നലെ വെച്ചത് ഇന്നേക്ക് നല്ല ഡ്രൈ പോലെ ആയിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് കുറച്ച് നിങ്ങളുടെ അടുത്ത് കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ, എൻ്റെ ഫ്രണ്ട്സും എനിക്ക് അറിയുന്നവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചിരിച്ച മുഖം കാണാൻ ഒരുപാട് സന്തോഷമുണ്ട്. ആക്റ്റീവായിട്ട് കാണാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ അടുക്കും ചിട്ടയിൽ വീടും ഒക്കെ ഇടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. എൻ്റെ വീട് കണ്ടിട്ട് ഒരാൾക്ക് ഇങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ട് വെച്ചാൽ ഒരുപാട് സന്തോഷമില്ല ഉണ്ണി. ഇനിയും ഇതുപോലെയൊക്കെ പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സത്യം ദൈവം അനുഗ്രഹിക്കും. ഞാൻ എന്താ അറിയോ, അലാറം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവിടെ അല്ലേ അമ്മ, ഞാൻ അലാറം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കുക. നമ്മൾക്ക് വയ്യാന്ന് പറഞ്ഞിരുന്നാൽ നമുക്കൊന്നും വഹിക്കില്ല കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 2 വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മോശം ഒരു വർഷത്തിലൂടെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർ ചികിത്സ അത് ഇത് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായത് ഇപ്പോൾ എനിക്കതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാണ്ട് എല്ലാ സാധനമൊന്നും ദൈവം സഹായിച്ച് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു അമ്മ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മക്കൾക്ക് എത്ര ഇപ്പോൾ നമ്മൾക്ക് വയസ്സായാലും ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫുഡ് നമ്മൾ ഇഷ്ടത്തോടു കൂടി കഴിക്കും. എത്ര നമ്മളെ അമ്മ ആയാലും നമ്മളെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കുട്ടികളായിരിക്കും. അപ്പം അതുകൊണ്ട് അമ്മമാരുടെ ഫുഡ് എന്ന് പറയുന്നത് അതൊരു ടേസ്റ്റ് വേറെയാണ്. ഞാനിങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും കേട്ടോ. ഞാൻ അങ്ങനെ കാച്ചി വയ്ക്കാം, സത്യമായും കാച്ചി വയ്ക്കാം. മറക്കുന്നതാണ്, അല്ലാണ്ട് മമ്മി ശരി.
പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ, എന്താ എനിക്ക് പറ്റി, എന്നെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റാത്ത, എന്നിലുള്ള അമ്മ ഇങ്ങനെ വേദനിക്കും കേട്ടോ. കാരണം കുട്ടികൾ ഇങ്ങനെ കടന്ന് ബുദ്ധിമുട്ടുമ്പോഴും ഉണ്ണി ഓരോ സ്ഥലത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുമ്പോഴൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കുട്ടിയുടെ തലക്കിട്ടിട്ട് ഞാൻ ഒരുപാട് ചെയ്തിരുന്നു. പക്ഷെ അതിന്നൊക്കെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ദൈവത്തോട് എനിക്ക് പറഞ്ഞ തീരാത്ത നന്ദി. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നമ്മളുടെ ഫാമിലി ഉണ്ട് കേട്ടോ. എനിക്ക് മൃത്യുഞ്ജയ ഹോമം വരെ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഉണ്ട്. പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്തിൽ ഒരു അമ്മമ്മ ഉണ്ട് കേട്ടോ. എന്നെ പറഞ്ഞ ജീവനാണ്, ജീവൻ്റെ ജീവനാണ്. നമ്മളത് മഴൽ മനോരമയുടെ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ പരിചയപ്പെട്ടതാണ്. ആ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഞാനൊന്നും കൊടുത്തിട്ടൊന്നും അല്ല, പക്ഷെ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ എന്നോട് വിളിച്ചിട്ട് പറയും, ഒന്ന് വന്ന് വരുമോ കാണാൻ. അമ്മയ്ക്ക് അവർക്ക് വയസ്സൊക്കെ ആയി കേട്ടോ. അപ്പോൾ പറയും വരുമോ കാണാൻ. അപ്പോൾ എനിക്ക് അവർ പറയുമ്പോൾ എനിക്ക് ഇല്ല എന്ന് പറയാൻ തോന്നുന്നില്ല. തിരുവനന്തപുരത്താണെച്ചാലും ദൂരം ഉണ്ടെച്ചാലും അങ്ങനെ ഒരു വാക്ക് പറയും. ഞങ്ങളൊക്കെ വയസ്സായി ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു വരുമോ, അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വരുമോ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ആ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കുക. അവർ മുന്നിൽ തന്നെയാണ് അമ്പലം. ഇതുപോലെ ഞാൻ സർജറിക്ക് പോയപ്പോഴും എനിക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്തിട്ടും അതുപോലെ ഒരുപാട് പേരുണ്ട്. നമ്മളോട് പറയാണ്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാടുണ്ട്. ഇത് പറയുന്ന കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. ഞാനാവുന്നത് ഒരാൾക്ക് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ല ഇതുവരെ, ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. അപ്പം അതെന്തായാലും എനിക്ക് നന്മ ദൈവം തരാതിരിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം നമ്മളൊരു ദ്രോഹം ചെയ്താലാണ് നമ്മൾ പേടിക്കേണ്ടുള്ളൂ. നമ്മൾ ഒന്നും ഒരാൾക്ക് ദ്രോഹം ചെയ്യാത്തടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ട. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തേക്കാം, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. അല്ലേ ഉണ്ണിമ? അല്ലേ ഫ്രിഞ്ചി? അപ്പോൾ നിങ്ങളോട് ഞാൻ കുറച്ച് ഇങ്ങനെ പറഞ്ഞതാട്ടെ. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, വെയ്യാതെ കിടക്കുന്നവരൊന്നും സങ്കടപ്പെടണ്ട. ഒരു ദിവസം നിങ്ങൾക്കായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ സങ്കടപ്പെടണ്ട. ഞാൻ അന്നൊക്കെ വയ്യാത്ത വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരും, ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഞങ്ങളും പോകുന്നത്, മടുത്തു ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. തീർച്ചയായും ആ ദിവസം ഒരുപാട് ദൂരെയൊന്നും ആവില്ല. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ ഉണ്ടോ വാല് പോലെ ഇരിക്കുന്നുണ്ട്, ഒക്കെ നഴിച്ച് കേട്ടട്ടെ കേട്ടോ. ചേച്ചാ വരാം, അടുത്ത എന്തെങ്കിലും കാര്യങ്ങളായിട്ട് വരാം. സോണിയാണോ? അതാ വാവേ? അതെ, പൂജയുടെ സംസ്ഥാന സമ്മേളനം തോന്നല്ല. ഇവിടെ ഇപ്പൊ ടോട്ടൽ 5 പൂച്ചുണ്ട്. ഇവിടെ വന്നു കൂടിയതും ഇവിടെ ഉള്ളതൊക്കെ ആയിട്ട് 5. പിന്നെ സോണി പോയി രക്ഷപ്പെട്ടു. ഒരു കാട വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവള് പൊടി പോലും കാണാനില്ല. വേറെ എവിടുന്ന് ഒരു പൂച്ച വന്നു, ഒരു പട്ടി. ഇവിടെ 2 പട്ടികളുള്ളത് കൂടാണ്ട് ഇനിയൊരു പട്ടി. എന്താടാ എന്താടാ ഷാടായിടാ, ഷാടായിടാ, ഷോറിടാ. ഇല്ലടാ ഷോറിടാ. ഇന്ന് പോത്ത് പറയട്ടെ, പന്നി, ഉണ്ണിക്കുട്ടി. ആ അപ്പൊ ശരി, പോയിട്ട് വാട്ടോ, ബൈ. ആ ഞാനില്ല, ഞാനില്ല. എവിടേക്കാ? എവിടെ പോണം? ഈ 2 അവിടേക്ക് ഞാനില്ല. ഞാൻ എന്റെ തലയിലൊക്കെ ഇട്ടിരിക്കുക. ഞാൻ അവരുടെ വീടിന്റെ പുറത്ത് ചെമ്പത്തിയുടെ ഇലുണ്ട്. ഞാൻ മെല്ലെ പോയി പൊട്ടിച്ചിട്ട് വന്നാ മതിയെന്ന്. എന്താ ഞാൻ വരുന്നില്ല. വേണ്ട മമ്മി പൊക്കോ, വേണ്ട, ടാറ്റ, ഓടിപ്പോ നോട്ടെ. നന്നായിട്ട് മുടി ഇല്ല, എനിക്കിഷ്ടായില്ല. ഫ്രണ്ടിക്ക് ഇടുമ്പോ കുഴപ്പമില്ല. ഓക്കെ ബൈ. അപ്പോൾ ചെമ്പത്തിയുടെ ഇലയൊക്കെ പൊടിച്ചിട്ട് വന്നു. തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി തല ചെമ്പത്തിയുടെ ഇല തേച്ചിട്ട് നനയ്ക്കണം. എന്താ വെച്ചാൽ ഷാമ്പു തേക്കുമ്പോൾ തലവേദന വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെമ്പത്തിയുടെ ഇല തേച്ചിട്ട് എണ്ണ ഒന്ന് കളയുന്നത്. അത് നല്ല ഒരു ഭയങ്കരമായിട്ടൊരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് എണ്ണ കളഞ്ഞില്ല ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ ബൈ.